ഹായ് കൂട്ടുകാരെ, കാണാക്കാഴ്ചകൾ തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്ര ഭൂതത്താൻകെട്ടിലേക്കാണ്. ഭൂതത്താൻകെട്ട് പുതിയ പാലവും 15 ഷട്ടറോടുകൂടി 1964 പണി കഴിപ്പിച്ച പഴയ പാലവും സമീപം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തിമർത്തു പെയ്യുന്ന മഴയിൽ പെരിയാർ ഇരുകരകളും നിറഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ ഭൂതത്താൻകെട്ടിലെ ബോട്ട് സവാരി നിർത്തിവെക്കുകയും പാർക്കുകൾ അടച്ചുപൂട്ടുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പുറമേ നിന്നുള്ള ഒരു വീഡിയോ പകർത്തുവാനാണ് എൻ്റെ തീരുമാനം. പാർക്ക് തുറക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഈ പുതിയ പാലത്തിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ താഴെയാണ് ഭൂതത്താൻകെട്ടിയ ഒറിജിനൽ ഭൂതത്താൻകെട്ട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അവിടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. 1 കിലോമീറ്ററോളം ബൈക്കിൽ വരികയും അതിനുശേഷം എൻ്റെ ബൈക്ക് അവിടെ വെച്ചതിന് ശേഷം ഈ കവുങ്ങൻ പാലത്തിലൂടെ ഞാൻ ഈ തോട് മറുകര കടക്കുകയും ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും റബ്ബർ തോട്ടത്തിലൂടെ ഒരു അല്പദൂരം നടന്നാൽ നമുക്ക് ഭൂതത്താൻകെട്ടിൽ എത്തിച്ചേരാവുന്നതാണ്. സാധാരണയായി കാണികൾ വരുന്നത് പാലത്തിനക്കരെ വന്ന് 30 രൂപ എൻട്രി ഫീസും കൊടുത്ത് വനത്തിലൂടെയാണ് ഭൂതത്താൻകെട്ട് കാണാൻ വരാറുള്ളത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഭൂതത്താൻകെട്ടിൻ്റെ ഒറിജിനൽ മനോഹാരിത നമുക്ക് കാണുവാൻ സാധിക്കാതെ വരും. ഇവിടം എനിക്ക് ചെറുപ്പകാലം മുതൽ പരിചയമുള്ളതിനാൽ ഇവിടെയുള്ള കാട്ടുവഴികളും കുറുക്ക് വഴികളുമെല്ലാം എനിക്ക് നല്ല സുപരിചിതമാണ്. അങ്ങനെ നമ്മൾ ഭൂതത്താൻകെട്ട് കെട്ടുവാതിലിന് സമീപം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കെട്ടുവാതിൽ എന്ന് പറയുമ്പോൾ പഴമക്കാർ ഇട്ടിരിക്കുന്ന പേര് തന്നെ കെട്ടുവാതിൽ എന്ന് തന്നെയാണ്. ഇതിന് മറ്റൊരു പുരാണ കഥ പറയുന്നുണ്ട്. പരമശിവനും പാർവതിയും കൈലാസത്തിൽ വെച്ച് എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുകയും പരമശിവൻ കൈലാസത്തിൽ നിന്നും അപ്രത്യക്ഷനാവുകയും ചെയ്ത സാഹചര്യത്തിൽ പാർവതീദേവി ജ്ഞാനദൃഷ്ടിയിൽ പരമശിവൻ തൃക്കാരിയൂർ ക്ഷേത്രത്തിലുണ്ടെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ തന്നെ ഭൂതഗണങ്ങളെ ചേർത്ത് പെരിയാറിന് കുറുകെ ഒരു ചിറ കെട്ടുവാൻ പാർവതീദേവി തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ചിറ കെട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ കടന്നു വന്ന കവുങ്ങൻ പാലം കടന്നു വന്ന ആ തോട്ടിൽ കൂടി വെള്ളം ഒഴുകി തൃക്കാരിയൂർ ക്ഷേത്രം മുങ്ങുകയും പരമശിവൻ കൈലാസത്തിലേക്ക് തിരികെ വരും എന്നുമായിരുന്നു പാർവതീദേവിയുടെ കണക്കുകൂട്ടൽ. അപ്പോൾ അങ്ങനെ തകൃതിയായി ഭൂതഗണങ്ങൾ ഭാഗത്തു നിന്നും ചിറയുടെ പണി ആരംഭിച്ചു. അവസാനം ഒരൊറ്റ കല്ല് മാത്രം ഇട്ടാൽ ചിറയുടെ പണി പൂർണ്ണമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോഴാണ് പരമശിവന് കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടുന്നതും അദ്ദേഹം ഉടനെ തന്നെ ഒരു പൂവൻ കോഴിയായി കൂവുകയും ചെയ്തു എന്നാണ് പുരാണം പറയുന്നത്. പൂവൻ കോഴിയായി കോഴി കൂവിക്കഴിഞ്ഞാൽ പിന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഭൂതഗണങ്ങൾക്ക് ശക്തി ക്ഷയിച്ചു പോകും. അതിനാൽ അവർ കല്ലുപേക്ഷിച്ച് പോയി എന്നാണ് പുരാണം പറയുന്നത്. പിന്നെ മറ്റൊരു ശാസ്ത്രം പറയുന്നു, AD 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ കല്ലും മണ്ണും വന്ന് അടിഞ്ഞു, ഇരുഭാഗത്തും വന്ന് അടിഞ്ഞു എന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ശരിയായ വശം നമുക്ക് അറിയില്ല. ഈ കെട്ടുവാതിൽ എന്ന് പറയുമ്പോൾ ഇതിന് കേവലം ഒരു 30-40 അടിയിൽ കൂടുതൽ അകലമില്ല. ഈ 750 മീറ്റർ വീതിയിൽ വരുന്ന വെള്ളം ഈ 40-50 അടിയിൽ കൂടുതൽ അകലമില്ലാത്ത ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആഴം നമുക്ക് ആർക്കും ഇതുവരെ നിശ്ചയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ കെട്ടുവാതിലിന് തൊട്ട് താഴെ കാണുന്ന ഈ പ്രദേശം
പൂതത്താൻകെട്ട് കയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ഏറുചൂണ്ട, ഒരു റോൾ ചരട് മുഴുവനായി ഈ പൂതത്താൻകെട്ട് കയത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ അടിയിൽ തൂക്കിന് തന്നെ വരും. അത്രയ്ക്കും ആഴമാണ് ഈ കയത്തിലുള്ളത്. എന്താണെങ്കിലും നമ്മൾ മറുകരയിൽ കൂടി വന്നാൽ നമുക്കൊരു കാരണവശാലും ഇത്ര മനോഹരമായി ഈ കെട്ടുവാതിലിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല. മുകളിൽ കാണുന്നത് കുടിവെള്ളം കൊണ്ടുപോകുന്ന ഒരു ടാങ്കാണ്. പൂതത്താൻകെട്ടിൻ്റെ ശരിയായ ഒരു രീതി, അല്ലെങ്കിൽ അതിൻ്റെ ശരിയായൊരു ഐഡിയ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് പൂതത്താൻകെട്ടിൻ്റെ ഒറിജിനൽ പൂർണ്ണ രൂപം. ഈ വശത്ത് കൂടി വന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും വ്യക്തമായി കാണുവാൻ സാധിക്കുകയുള്ളൂ. മറുവശത്ത് കൂടി വന്നാൽ ഇത്ര വ്യക്തതയോടെ നമുക്ക് ഇതിനടുത്തേക്ക് വരാൻ സാധിക്കില്ല, കാണാൻ പറ്റില്ല. എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ ഗുഡ് ബൈ പറയുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെച്ചാൽ ഇനിയും ഞാനിടുന്ന എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം വിട പറയുന്നു. ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.